അല്ലാഹുവല്ലാത്ത ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അത് ശിർക്കാണ്. അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ മുശ്രിക്കാണ്, അവർക്ക് സ്വർഗം ഹറാമാണ് എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇസ്ലാം മുസ്ലിങ്ങളെ പഠിപ്പിച്ചത് അത് തന്നെയാണ് മുജാഹിദുകൾ വിശ്വസിക്കുന്നത്. അതിൽ യാതൊരു മാറ്റവും മുജാഹിദുകൾക്കില്ല. അഥവാ മാറുമ്പോൾ ആ മുജാഹിദുകാരൻ സുന്നിയാകും. അല്ലാത്ത കാലത്തോളം മുജാഹിദുകാരൻ ഇസ്ലാമായി മുസ്ലിമായി തന്നെ ജീവിക്കും. ഒരിക്കലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും അനുവദനീയമല്ല. അത് കൊടിയ ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നിടത്ത് മക്കാ മുശ്രിക്കുകൾ പോലും എത്തിയിട്ടില്ല എന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യത്തിൽ ഞാൻ സമർത്ഥിച്ചത്. അതിനേക്കാൾ അപ്പുറമാണ് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ എത്തിയതും എന്നും ഞാൻ സ്ഥാപിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ നിന്ന് ഒരായത്തും ഉസ്താദുമാർക്ക്, ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്ക് ഓതാൻ സാധ്യമല്ല എന്ന് ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്ന ഉണ്ടെങ്കിൽ അത് ഉസ്താദുമാർ ഈ സദസ്സിനെ ഓതി കേൾപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രിയ സുഹൃത്ത്, ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് സുന്നികൾ പറയുന്നു എന്നോ, അത് പ്രാർത്ഥിക്കരുത് എന്നല്ലേ ഖുർആൻ പറയുന്നത് എന്നുമാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ആകത്തുക. മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ലാത്തൊരു വിഷയമാണത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചോ അല്ലാതെയോ അള്ളാഹു അല്ലാത്തവരോ പ്രാർത്ഥിക്കാൻ പാടില്ല. അതിൽ സുന്നികൾക്കോ മുജാഹിദുകൾക്കോ വേറെ ഏതെങ്കിലും വിഭാഗത്തിനോ തർക്കമില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവരല്ല സുന്നികൾ, പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നവരാണ് സുന്നികൾ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ദൈവമാണെന്ന വിശ്വാസത്തോടെ ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ അള്ളാഹു അല്ലാത്ത ഒരാളോടും ഒരു ശക്തിയോടും ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന് മജ്ജയിലും മാംസത്തിലും രക്തത്തിലും ഊട്ടപ്പെട്ട രീതിയിൽ വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. അതേസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായത്തിന്റെ കാര്യം അങ്ങനെയല്ല പറഞ്ഞത്. പ്രാർത്ഥന അത് ആരാധനയാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ, അല്ലാഹു പറയുന്നു നിങ്ങൾ പരസ്പരം സഹായിക്കണമെന്ന്. തആബദു, നിങ്ങൾ പരസ്പരം ആരാധിക്കണമെന്ന് അല്ലാഹു പറയുന്നില്ല. അപ്പൊ ആരാധനയും പ്രാർത്ഥനയും സഹായാർത്ഥനയും ഒക്കെ നമ്മൾ വേറിട്ട് മനസ്സിലാക്കണം. അല്ലാഹു ആണ് എല്ലാ സഹായവും യഥാർത്ഥത്തിൽ നമുക്ക് തരുന്നവൻ. അതിന് അല്ലാഹു വെച്ച കാരണങ്ങളിൽ രണ്ട് സൈസ് കാരണം. ഒന്ന് ഭൗതികമായതും അഭൗതികമായതുമായ കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ ആത്മീയമായ കാരണം എന്നും പറയാം. ഭൗതികമായ കാരണം, ഉദാഹരണത്തിന് നമ്മളൊരാളോട്, ഒരു വ്യക്തിയോട് നിങ്ങൾ എന്റെ മകളെ കെട്ടിക്കാനുണ്ട്, 1000 രൂപ സഹായിക്കണം എന്ന് പറയും. അത് തെറ്റാണെന്ന് ആരും പറയില്ല. അള്ളാഹിനോട് മാത്രമേ സഹായം ചുതാടാൻ പാടുള്ളൂ എങ്കിലും ഈ സഹായാർത്ഥന നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ തെറ്റാന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാണ്? ഭൗതികമായ സഹായാണെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നത് വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹി അൽ അസീസിൽ ഹകീം, സഹായം മുഴുവനും അള്ളാഹുവിൽ നിന്നാണെന്ന വിശ്വാസത്തോടെയാണ് നമ്മളത് ചോദിക്കുന്നത്. അപ്പൊ ആ ചോദ്യം തെറ്റല്ലാത്തതുപോലെ സാധാരണക്കാർക്ക് ഇவ்விதമുള്ള സാധാരണ കഴിവ് കൊടുക്കുന്ന അള്ളാഹു അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മോചിതത്തും കറാമത്തും കൊടുക്കുന്നു. ആ നിലക്കുള്ള സഹായം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ അവരെ വിളിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ഇസ്തിഗാസ എന്ന് പറയും. അത് പ്രാർത്ഥനയല്ല, അത് പ്രാർത്ഥനയാണെന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇനി ഈ നിലക്ക് നമ്മൾ ഒരാളെ വിളിച്ചാൽ അത് ശിർക്ക് അല്ല എന്ന് മുജാഹിദുകളുടെ നേതാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നത് മുജാഹിദ് നേതാവായ സുഹൈർ ചുങ്കത്തറയാണ്. സുഹൈർ ചുങ്കത്തറ അദ്ദേഹത്തോട് 1991 സെപ്റ്റംബർ മാസത്തിലിറങ്ങിയ മുസ്ലിം ടുഡേ എന്നൊരു ദ്വൈമാസികയായിരുന്നു. അതിലെ ചോദ്യം, ശിഹാബ് തങ്ങളെ പോലുള്ള സുന്നികൾ മുശ്രിക്കുകളാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ?
മുജാഹിദ് നേതാവിന്റെ മറുപടി ഇല്ല. മാത്രമല്ല ശിഹാബ് തങ്ങളും പാണ്ഡിത്യമുള്ള മറ്റു സുന്നികളും ശിർക്ക് ചെയ്യുന്നില്ല എന്നാണ് എന്റെ വാദം. കാരണം അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് അവർക്കറിയാം. എങ്കിൽ വല്ലവരെയും അവർ വിളിച്ചാൽ പോലും അത് പ്രാർത്ഥനയല്ല, ശിർക്കല്ല. അതുകൊണ്ട് അവർ മുശ്രിക്കുകളുമല്ല. ഒരു കാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ ശിർക്കും തൗഹീദും ഒക്കെ ആവുന്നുള്ളൂ. അപ്പൊ ദൈവമാണ്, ദൈവത്തിന്റെ അവതാരമാണ്, ദിവ്യത്വമുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും തീരെ ജീവനില്ലാത്തതാണെങ്കിലും എന്തിനോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ്, അത് ശിർക്കാണ്. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കഴിവുകൾ, സാധാരണക്കാർക്ക് സാധാരണ കഴിവ്, അമ്പിയാക്കൾക്ക് മുജ്വത്ത് കറാമത്ത്, അതിൽ നിന്ന് സഹായിക്കണമെന്ന വിശ്വാസത്തോടെ അവരോട് സഹായം ചോദിക്കൽ അത് പ്രാർത്ഥനയല്ല, അത് അല്ലാഹു അനുവദിച്ച മാർഗത്തിലൂടെയുള്ള സഹായ അഭ്യർത്ഥനയാണ്. അതാണ് ഇസ്തിഗാസ, അത് ശിർക്കല്ല. അൽഹംദുലില്ലാഹ്, ഒരു കാര്യത്തില് സമാധാനം ഉണ്ടായി. അള്ളാഹു അല്ലാത്തവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അബ്ദുൾ റഷീദ് സഖാഫി കുറ്റിയാടി അവർ വില്യാപ്പള്ളി എന്ന് പറഞ്ഞത് അള്ളാഹുവിനോടും മജീഷ റഹ്മത്തുള്ളാഹി അലൈഹിയോടും പ്രാർത്ഥിക്കാവോ എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയണം എന്ന് പറഞ്ഞപ്പം അദ്ദേഹം നേരിട്ട് എന്നോട് അന്ന് വില്യാപ്പള്ളി വെച്ച് പറഞ്ഞത് സമമാണ്, രണ്ടും സമമാണെന്ന് ഒറ്റ വാക്കിൽ പറയുന്നു എന്ന്. ഇവിടുന്ന് അത് മാറ്റി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. ഞങ്ങളെ ചോദ്യം അള്ളാഹു അല്ലാത്തവർ പറഞ്ഞിട്ട് ആ വില്യാപ്പള്ളി വിഷയം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിങ്ങളെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അത് ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അതായത് മൂപ്പര് അള്ളാഹുവിനോടും അല്ലാത്തവരോടും പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചപ്പം ഒറ്റ വാക്കിൽ മറുപടി പറയണമെന്ന് പറഞ്ഞ സമയത്ത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വില്യാപ്പള്ളി കേസറ്റ് കണ്ടാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാകും. സാധാരണ മുജാഹിദുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയുടെ ശൈലിയാണ് നമ്മളെ സുഹൃത്ത് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, പ്രാർത്ഥന എന്ന ആ വാക്കിനെ സംബന്ധിച്ച് നീണ്ട സമയങ്ങൾ തന്നെ വെള്ളിയാപ്പള്ളിയിൽ വെച്ചൊരു ചർച്ച നടന്നിരുന്നു. മുജാഹിദ് ഇയാളെ പോലുള്ള വേറൊരു മൗലവി ചോദിക്കുകയും അങ്ങനെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഈ പ്രാർത്ഥന എന്ന മലയാള വാക്ക്, ആ വാക്ക് ഏതൊക്കെ വിഷയത്തിൽ ഉപയോഗിക്കും, ഏതൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കും എന്ന് വിശദീകരിക്കപ്പെടുകയും ദൈവം എന്ന നിലക്ക് ചോദിക്കുന്ന ചോദ്യം, സഹായാർത്ഥനകൾ, ആ നിലക്ക് ഉള്ള ചോദ്യങ്ങൾ അല്ലാഹു അല്ലാത്ത വേറെ ഒരാളോടും ചോദിക്കാൻ പാടില്ലാത്തത് ആണ് എന്നും, പ്രാർത്ഥന എന്ന പദം അത് ദൈവത്തിനോട് ചോദിക്കുന്നതിനും ഈശ്വരനാണ് എന്ന നിലക്ക് ചോദിക്കുന്നതിനും സാധാരണഗതിയിൽ പരസ്പരം സഹായം ചോദിക്കുന്നതിനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു മലയാള പദമാണ് എന്നും, എന്നാൽ സാധാരണയിലുള്ള സഹായാർത്ഥനകൾക്ക് സൃഷ്ടികളോട് ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്ന് വ്യാപകമായി പ്രയോഗിക്കാറില്ല എന്നും വിശദീകരിക്കപ്പെട്ടതിന് ശേഷമാണ് ഇദ്ദേഹം അള്ളാഹു അല്ലാത്തവരോടും അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുന്നത് എന്ന് വീണ്ടും ആ പ്രയോഗം ഇട്ടുകൊണ്ട് അവിടെ ചോദിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ അവിടെ ഉള്ള ഉദ്ദേശം സുന്നികൾ സഹായം അർത്ഥിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ്. അപ്പൊ ആ നിലക്കാണ് അവിടെ ഉണ്ടായ മറുപടി. പ്രാർത്ഥന എന്ന് അവിടെ ഇയാൾ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സുന്നികൾ നടത്തുന്ന സഹായാർത്ഥനയെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് അവിടെ മറുപടി പറഞ്ഞിട്ടുള്ളത് എന്ന് അതിന്റെ നേരെ മുമ്പുള്ള വിശദീകരണങ്ങളും ശേഷം ഇദ്ദേഹത്തിന്റെ ചോദ്യവും വിനീതനായ എന്റെ മറുപടിയും ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. വെള്ളിയാപ്പള്ളി ഇവിടെ ആവർത്തിക്കണോ?